മുത്തുലക്ഷ്മി, ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. അതെ, മുത്തുലക്ഷ്മിയുടെ മുഖത്തിന് ഈ ഗൗരവം ഒട്ടും ചേരണം. നമുക്ക് കാര്യങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യും. വെറുതെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വിഷാദഭാവമൊക്കെ വലിച്ച് മുഖത്ത് വെക്കണേ? നടരാജ, നീ മിണ്ടരുത്. ഞാൻ കാല് പിടിച്ചോണ്ടാണ് നിന്റെ സഹധർമ്മിണി ഇപ്പൊ ഇങ്ങനെ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് വന്ന് തയ്യാറായിരിക്കുന്നത് കേട്ടാ. ആ അതെ മുത്തുലക്ഷ്മി, ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ ഇവിടെ പല സാമൂഹിക പ്രശ്നങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് വിജയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാര്യം എന്താണ്? അത് തുറന്ന മനസ്സോടുകൂടി നമ്മൾ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് കൊണ്ടാണ്. നമുക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. അല്ലേ തങ്ക? അങ്ങനെയല്ലേ? ആ, അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ക്ലീറ്റസ് ഏട്ടാ, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റ മോളാണ്. നടുവേട്ടന്റെ കുടുംബ മഹിമ ഞാൻ അങ്ങനെയാ വിളിക്കാറ്. നടുവേട്ടന്റെ കുടുംബ മഹിമ കണ്ടിട്ടാ എന്നെ ആ കുടുംബത്തിലോട്ട് കെട്ടിച്ചു വിട്ടത്. 10 ലക്ഷം രൂപ റെഡി ക്യാഷും കാറും 10-75 പവൻ സ്വർണവും കൊടുത്തിട്ട് എന്നെ കെട്ടിച്ചു വിട്ടത്. അല്ല, അതൊക്കെ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. ഞങ്ങളെല്ലാം കല്യാണത്തിനൊക്കെ പങ്കെടുത്തല്ലയോ? കാര്യം പറയും. ഒത്തിരി ബിസിനസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വന്ന് കല്യാണം കഴിച്ചത്. ഇപ്പം ഒരു ബിസിനസ്സും ഇല്ല. വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് രാവിലെ ഇറങ്ങി പോകുന്നല്ലാതെ എന്താണെന്ന് ഒന്നും അറിയില്ല. കുട്ടി, ഈ വെള്ളയും എന്ന് പറയുന്നത് അത്ര മോശം ആൾക്കാരൊന്നുമല്ല. സമൂഹത്തിൽ വിലയും നിലയുള്ള ആൾക്കാരാണ്. ആ ഒരു വിലയും നിലയുണ്ടല്ലോ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തരുത്. പിന്നെ നടരാജൻ വെള്ളം ഇടാൻ തുടങ്ങിയത് ഇപ്പോൾ ഇന്നലെയായിട്ട് പെട്ടെന്നൊന്നും അല്ലല്ലോ. കുറേ നാളായിട്ട് വെള്ളം ഇട്ടുകൊണ്ട് രാവിലെ ഇറങ്ങുന്നു. എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അടുത്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടായെന്നുള്ളതാണ്. അതൊന്നും പറയണ്ട ക്ലീറ്റസ് ഏട്ടാ. അതെല്ലാം പോട്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. പക്ഷെ ഇപ്പൊ എപ്പോഴും ആരോ വിളിക്കുന്നുണ്ട്. അതൊരു പെണ്ണാണ്. ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ മാറി 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 പോവേ. ഇടയ്ക്കിടയ്ക്കൊക്കെ കോള് വരുന്നുണ്ട്. അതാരെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. നടരാജൻ അങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല. ചേച്ചി ചോദിച്ചു നോക്ക്. ശരിയാണോ അവള് പറയണേ? മുത്തുലക്ഷ്മി പറയണേ ശരിയാണോ? നിനക്ക് ഫോൺ വരാറുണ്ടോ? പറയില്ല ചോദിച്ച പറയില്ല. ഫോൺ വരാറുണ്ടോ? എനിക്ക് പറയാൻ പറ്റും. എന്റെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റമുള്ള ആൾക്കാരെ ഞാൻ നിർത്തൂല. ഞാൻ അപ്പൊ വെളിയിലാക്കും പാർട്ടിയിൽ കേട്ടാ. നിനക്ക് ഇത്രയും തങ്കപ്പെട്ടൊരു കുട്ടി കൂടെ ഉള്ളപ്പോ അവന് ഫോണിഞ്ഞ് എടുക്കാൻ നടരാജൻ ക്ലീറ്റോന്റെ കൂടെ നടന്നിട്ട് എങ്ങനെ ഇങ്ങനെ വഴിതെറ്റി പോയത് നടരാജൻ? ഇങ്ങനെയൊക്കെ നിന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അതൊരു കോഡാണ് അടിച്ചിട്ടിരിക്കുന്നത്. ആ ഒരു പേരിലാണ് എപ്പോഴും കോഡ് വന്നോണ്ടിരിക്കുന്നത്. നാണം ഉണ്ടോടാ നിനക്ക്? നാണം ഒരു കൊച്ചുവായില്ലേ ഇപ്പോഴും? അവൻ നടക്കുന്നവൻ വിളിക്കരുത്. എന്താ കുഴപ്പം? വിളിക്കരുതെന്നോ? കുടുംബമായിട്ട് ജീവിക്കണവർക്ക് പറ്റുന്ന പണിയാണോ നടരാജ ഇത്? നീ വിളിക്കടാ. നോക്ക് ക്ലീറ്റസ് ഏട്ടാ, അപ്പോഴറിയാൻ പറ്റും. ഇന്ന് രാവിലെ 3 പ്രാവശ്യം വിളിച്ചേക്കാ. നോക്ക് ക്ലീറ്റസ് ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും വിളിക്കുന്നുണ്ട്. നമുക്ക് പരിഹാരം സത്യം പറഞ്ഞാണോ? പറയാൻ പറ്റിയത് എങ്ങനെ പറയില്ല ക്ലീറ്റസ് ഏട്ടാ. നിങ്ങൾക്ക് ഞാനാണോ വലുത് അതെ അവളാണോ വലുത്? വേണ്ട, എനിക്ക് വേണ്ടിട്ട് ഞാൻ പാർട്ടി നിർത്തി കളയുന്ന. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾ ഇങ്ങനെ കണ്ടില്ലാന്ന് വെക്കരുത് നടരാജ. പരിഹരിക്കുമോ? നേതാവ് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? എന്ത് പരിഹാരം? ഇതല്ലേ വലിയ പ്രശ്നം. നിനക്കിപ്പോ ഈ ഒരു ഇങ്ങനെ നിനക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ഒരു കൊച്ചിനെ കളഞ്ഞിട്ട് അവന് പരിഹാരം ഇതാരാന്ന് പറയുന്നത്? ഞാൻ എന്ന് പറയുന്നത് സരോജിനി അമ്മ എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇവൾക്ക് ഇഷ്ടമല്ല. ഞാൻ അമ്മയോട് സംസാരിക്കുന്നത് ഒട്ടും ഇവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ. മുത്തലക്ഷ്മി, അവന്റെ അമ്മയല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും അമ്മയെ വിളിച്ച് സംസാരിക്കാൻ പറ്റും? അതെന്താ നിനക്ക് ഇഷ്ടമല്ലാത്ത? എന്റെ നടുവേട്ടൻ വേറെ ആരെയും സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് കൊള്ളാം. അവന്റെ അമ്മയെ അവനല്ലാതെ പിന്നെ വേറെ ആര് സ്നേഹിക്കും? മുത്തുലക്ഷ്മി, നിനക്കൊരു മോനുണ്ടല്ലോ, അവൻ നിന്നെ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടൂ?
എല്ലാ പെണ്ണുങ്ങളുടെയും കുഴപ്പം ഇതാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് ഭാര്യയുടെ കാര്യം മാത്രമേ നോക്കാവൂ, അവളെ മാത്രമേ സ്നേഹിക്കാവൂ, അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഇത് ഈ അമ്മമാരെയൊക്കെ ആര് സ്നേഹിക്കും? സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി മുട്ടാതെ ഇങ്ങനെ ഒരു കണക്കിന് കൊണ്ടുപോകുന്ന പുരുഷന്മാരെ ഉണ്ടല്ലോ, സമ്മതിക്കണം. നമ്മുടെ കാര്യമല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്റെ ഒടിഞ്ഞു പോകും. വിളിക്കുന്നു എസ് എ. ഹലോ അമ്മേ. അമ്മയ്ക്ക് സുഖമാണോ? ചേട്ടൻ അവിടെ ഉണ്ട്. അത് ഞാനും നടുവേട്ടനും കൂടെ അങ്ങോട്ട് വരും അമ്മയെ കാണാനായിട്ട്. ഇന്ന് തന്നെ വരാന്ന്. വേറെ വിശേഷമൊന്നുമില്ലല്ലേ? ഓക്കെ അമ്മ, വെക്കട്ടെ എങ്കിൽ. എന്നിട്ട് പോവല്ലേ? എനിക്ക് നടുവേട്ട് മാത്രമല്ലേ ഉള്ളു, അതുകൊണ്ടല്ലേ. നമുക്ക് ഇന്ന് തന്നെ അമ്മയെ കാണാൻ പോവാം. ഇത്രയുള്ള ആള് എന്നെ മൊത്തം എവിടെ പോവാൻ? എങ്ങും പോവില്ല. നമുക്ക് അമ്മയെ കാണാൻ പോയിട്ട് വരാം. ഞങ്ങളോടൊന്നും പറയാതെ അങ്ങ് പോവാണോ? ഫോട്ടോ വെച്ച് ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട കേട്ടോ. ഒത്തിരി നന്ദി. ഇത്രയും കാര്യമുണ്ടല്ലോ നടരാജാ. ശരി നടരാജാ, മോടെ വഴി നല്ല ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ച് അമ്മയ്ക്കൊരു ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോയി കേട്ടാ. സന്തോഷം. ശരി. പിന്നെ പാർട്ടി കാര്യങ്ങൾ മറക്കണ്ട. മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നല്ലപോലെ ഒന്ന് കുളിക്കാതെ കെട്ടണ. ഇണക്കുരുവികളെ പോലെ അല്ലേ? കരഞ്ഞ കറച്ചു കാണുമായിരുന്നു പാർട്ടി ഓഫീസിൽ കിടന്നിട്ട് എന്റെ അതിനെന്തൊരു ഇഷ്ടാ. ആന്നേ, ഞാൻ ഇപ്പഴേ നിനക്ക് കാണുന്ന. എടാ, ഞാനൊന്ന് ഇന്ന് തന്നെ അങ്ങ് പൊക്കോട്ടെ. ഞാൻ പോണം. നീ 2 ദിവസം നിക്കാൻ വന്നതല്ലേ? അവിടെ ഇച്ചായനും കൊച്ചും തനിച്ചല്ലേ, ഞാൻ പോട്ടെ. ഇപ്പഴും അറിഞ്ഞത് ചൈന കൊച്ചും തനിച്ചല്ലേ? നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. നാളെ പോവാം. നിക്കടി, 2 ദിവസം കഴിഞ്ഞ് പോവാന്നേ. പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. എന്തായിട്ടും കുഴപ്പമുണ്ടല്ലോ. അതെ, ഞാനും ഇച്ചായനും തമ്മിലേ ഇച്ചായൻ അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങ് പറ്റില്ല. ഞാനപ്പം ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഞാൻ പോട്ടെ, അത് ശരിയാവില്ല. ഞാൻ പിന്നെ വരാം. ഇത് കണ്ടോ, ഒരു പിടിക്ക് 2 പക്ഷി. ഒറ്റ ഉപദേശം കൂടെ 2 കുടുംബമാണ് ഇപ്പൊ നന്നായിക്കണേ. ആ കാറൊന്ന് തന്നെ ഞാനൊന്ന് പിടിക്കട്ടെ. എന്തിന്? ക്ലീറ്റോ തകർച്ചയുടെ വക്കിൽ നിന്ന 2 കുടുംബങ്ങളെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. ഇവിടെ നോക്കി, ഈ കാണിക്കുന്ന ബുദ്ധിയുടെ 100-1 ഈ കുടുംബത്തെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം എന്നേ രക്ഷപ്പെട്ടേനെ എന്റെ ക്ലീറ്റോ. ഞങ്ങളെ പൊതുപ്രവർത്തകരാ, വാഗ്ദാനം കൊടുക്കാറേ ഉള്ളൂ, അത് പാലിക്കാറില്ല. അതാണ് ഞങ്ങളുടെ രീതി.